ഫൺ എൻ്റർടൈൻമെൻറ്റ് ടാസ്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളുമായിട്ടുള്ള ഫൺ ഫാമിലിയുടെ ഫൺ റൈഡ് എന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിൻ നസ്രത്തിലാണ്. അപ്പോൾ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിക്കാതെ നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റില്ല എന്നുള്ള അറിയാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വിളിച്ചിട്ടുള്ളത് സിനി ചേച്ചിയാണ്. ചേച്ചി വിളിക്കുന്ന പേര് സാൻഡർ റോസ് എന്നൊക്കെയാണ്. അപ്പോൾ സിനി ചേച്ചിയുടെ പ്രിയപ്പെട്ട ജേസൺ ചേട്ടന് പണി കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പണികൾ, പണിക്കാഴ്ചകൾ, സമ്മാനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. റെഡി, പോവാം. ചേച്ചേട്ടൻ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ചേച്ചി നല്ല ഹൈ വോൾട്ടേജ് ഇരിയ തരുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന അതിന്റെ പവർ മുഴുവൻ കിട്ടുന്ന ഇവിടുന്നാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കറണ്ട് പോയിരിക്കണം. എന്താ സംഭവം? ഒരാള് മതിയല്ലേ? ഇവിടെ മൊത്തം പ്രകാശം അല്ലേ ഉണ്ട്. അതെ അല്ലേ, ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നടത്തല്ലേ. ഞാൻ കയറി വരുമ്പോ തന്നെ കാണുന്നത് ഡിവൈൻ അല്ലെ, കെയർ ബ്യൂട്ടി കെയർ സംഭവം എന്നുള്ളതാണ്. അപ്പൊ ആര് സംരംഭമാണ് ഇത്? രണ്ടുപേരിൽ ആരുടെയാണ്? ആണ് ചേച്ചി. ഇപ്പൊ ഒരു കുറച്ച് അല്ലെ, കുറെ പേരെ സുന്ദരന്മാരുണ്ടോ? അത് സുന്ദരികൾക്ക് മാത്രമാണോ പ്രവേശനം? അപ്പൊ ഞങ്ങൾക്കൊന്നും സുന്ദരന്മാരാവണം അല്ലെ ചേച്ചി ചേട്ടാ? എന്താ അങ്ങനെ ഒരു സംഭവം? യൂണിസെക്സ് വെക്കാത്ത എന്താ? യൂണിസെക്സ് വെക്കാണ്ട് നമുക്ക് ഇച്ചിരി പരിമിതികളുള്ളതുകൊണ്ട് ചെറിയ ഉണ്ട്. നമ്മൾ പുരുഷന്മാര് കുറച്ച് സുന്ദരന്മാരാണോ ഓൾറെഡി അല്ലെ? മേക്കപ്പിന്റെ ആവശ്യമില്ലാന്ന് പറയാം. ജേസൺ ചേട്ടാ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാന് ദുബായ് പോട്ട് വല്ലാറോളം. ഓക്കെ, ഉണ്ട്. സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ബിസിനസ്സിൽ സഹായിക്കലുണ്ടോ? പുള്ളിയാണ് അതുമായിട്ട് നമുക്ക് ചെയ്യും. നമ്മൾ മറ്റേ മണി മാനേജ്മെന്റ് പരിപാടികളൊക്കെയാണോ കൂടുതലും? കോർഡിനേഷൻ അവിടെ തന്നെ അറേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നു. ചേച്ചി പറയൂ, എന്ത് പണി കൊടുക്കണ്ടേ? ചേട്ടൻ എല്ലാത്തിനും സപ്പോർട്ടാണ്. അതെ, പണികള് പരിപാടികളാണ്. അല്ലാതെ ചേട്ടനായിട്ട് അങ്ങനെ പണിക്കൊന്നും നിക്കൂല. പക്ഷെ ഏറ്റ പണി അത് പെർഫെക്റ്റ് ആയിരിക്കാൻ വേണം. കലാകാരനാണ്. കലാകാരൻ എന്ന് വെച്ചാൽ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ആർട്ട് പരിപാടി ഉണ്ട്. അതൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. പണി പറയൂ, എന്താണ് ചെയ്യണ്ടേ? ചെയ്യിപ്പിക്കേണ്ടത്? ചേട്ടന് എന്നൊരു ഫേവറേറ്റ് ഒരു സാധനമാണ് അത്. ഒരു ചെമ്മീൻ കട്ട്ലറ്റ് അങ്ങനെ ഭയങ്കര കാര്യമാണ്. ചേട്ടൻ അങ്ങനെ ചെയ്യാറില്ല. ചേട്ടനത് പിടിച്ചു തരാനുണ്ട്, ആ ഷേപ്പിൽ പിടിക്കാൻ വേണ്ടി വരാറുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. ആ പണി കൊടുക്കാന്ന് ഓർത്തിട്ടാണ്. അത് ചെമ്മീൻ കട്ട്ലറ്റ് ഇഷ്ടമായതുകൊണ്ടല്ല, ഇവിടുന്ന് ചേച്ചി ഉണ്ടാക്കി കൊടുക്കണോണ്ടാണ് അല്ലെ? അങ്ങനെയാണോ? അങ്ങനെയല്ല, അന്ന് പുറത്തുനിന്ന് ചെമ്മീൻ കട്ട്ലറ്റ് കിട്ടിയാൽ ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ ചെമ്മീൻ കട്ട്ലറ്റ് ഇതുവരെ ചേച്ചി ഉണ്ടാക്കിയെന്നുള്ള ഇന്ന് തിരിച്ച് ചേട്ടൻ ചേച്ചി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. ആ ടേസ്റ്റ് നമ്മൾ കഴിയുമ്പോൾ ആ ടേസ്റ്റ് കൂടെ കിട്ടണം. അതിൽ ഷേപ്പ് മാത്രം ഉണ്ടായി പോരാന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ? ചേച്ചി വിട്ടിരുന്നോ? ഞാൻ ചേട്ടനും കൂട്ടി പോയിട്ട് ചെമ്മീൻ കട്ട്ലറ്റ് കഴിച്ചിട്ട് വരാം. ഓക്കെ, കഴിക്കാൻ എന്തായാലും വിളിക്കാട്ടോ, ഉണ്ടാക്കിട്ട് വരാം. ഓക്കെ. യെസ്. സോ ജേസൺ ചേട്ടൻ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു കിച്ചനെ പറ്റി ആദ്യം അല്ലേ? പിന്നെ ഉണ്ട് കേറാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഐറ്റം ആദ്യം പറഞ്ഞോളൂ. ഐറ്റം ചെമ്മീൻ കട്ട്ലറ്റ് ആണ്. എന്തൊക്കെ വേണം അതില്? ചെമ്മീൻ കിള്ളി വെച്ചിട്ടുണ്ട്, പിന്നെ അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുണ്ട്. പിന്നെ അതിന് വേണ്ട സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മസാല, പിന്നെ ഉരുളക്കിഴങ്ങ് വേണം. അത് പുഴുങ്ങിയെടുക്കണം. ചെമ്മീൻ വേവിച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ചെമ്മീൻ കഴുകിയെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കോളൂ. ചെമ്മീൻ റെഡിയാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ള ചേച്ചിയുടെ ധാരണ ഉണ്ടെങ്കിലും ചേച്ചി ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി എന്താ പ്ലാൻ? ഇനിയിപ്പോ അത് അടുപ്പത്തേക്ക് വെക്കാം. പാൻ എടുത്തോളൂ. പാനിലേക്ക് ചെമ്മീൻ ഇട്ട്. ഓക്കെ, മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാനാണോ? ഇച്ചിരി മഞ്ഞപ്പൊടി, സ്വല്പം ഉപ്പ്. അപ്പൊ അതിൽ വെള്ളം ഒഴിക്കണ്ട? വെള്ളം വേണം. വെള്ളം ചെമ്മീത്തിൽ നിന്ന് വരും. ആ വെള്ളം മതി അല്ലേ? വെള്ളം വരും. പിന്നെ മൂടി വെക്കുക അല്ലേ? മൂടി വെച്ച്. ഓക്കെ, നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. ആ സമയത്ത് നമുക്ക് കിഴങ്ങ് ഉണ്ടാക്കാം, പൊളിക്കാം. എത്ര കിഴങ്ങ് വേണം?
രണ്ടെണ്ണം മതി. ഇതൊന്ന് കഴുകിയെടുക്കാം. നമുക്കത് കുക്കറിലേക്ക് ഇനിയിപ്പോ നമുക്കത് ഇതാക്കാം അല്ലെ, വേവിക്കാം. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഇല്ലാണ്ടാക്കി അറ്റത്തെ സ്റ്റൗവിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കുന്നതിന് വെള്ളം വേണ്ട അപ്പൊ? അതിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം. അതിൽ മഞ്ഞപ്പൊടി ഇടും. ഇത്തിരി മഞ്ഞപ്പൊടി. ഓക്കെ, വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. കുറച്ച് ഉപ്പ് ഇടുന്നു. ഓക്കെ, നമുക്ക് ആ ചെമ്മീൻ ഒന്ന് ഇതാക്കി ഇടണോ, ഇളക്കിടണോ, തിരിച്ചിടണോ? ഇത് ചെയ്യാം. ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ എനിക്ക് എന്താ ഉള്ളിയല്ല, പച്ചമുളക്. 2 പച്ചമുളക് കേട്ടോ. വലിയ പച്ചമുളക് കുറച്ച് വലുപ്പം കൂടുതലാണത്. മിനി പടവലം വലുപ്പുണ്ട്. ഇപ്പൊ എത്ര വിസിലടിക്കണം? വിസില് 2-3 അടിച്ചാൽ മതി. വറ്റിയുണ്ട് അല്ലേ? ഇത് ആറട്ടെ. നമുക്ക് ആ ഗ്യാപ്പിൽ അത് അടിക്കാം. ഉള്ളിയും സവാളയും രണ്ടും ഉപയോഗിക്കും അല്ലേ? രണ്ടും ഉപയോഗിക്കും. സവാള കുറച്ചെടുത്ത് ഓക്കെ ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ എന്താണ് പരിപാടി? ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഇത് വാട്ടിയെടുക്കണം. ഇതിൽ ഒന്ന് മൂപ്പിക്കാം അല്ലേ? അത് മൂപ്പിക്കണം. ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഓക്കെ, ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മസാല. എന്താ കന്നഡ ഒന്ന് എടുത്താൽ കന്നഡ ആണോ? എവിടെ ഇരിക്കണേ? മേളിൽ വെച്ച് എന്താണോ? അതല്ല എടുക്കാൻ പറ്റും. കന്നഡം മുഖ്യം വെയിലേ അല്ലേ? ഇത്ര നേരം പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ എന്റെ നിറം അറിയണമെങ്കിൽ ഇത് വേണം. കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നില്ല ചെമ്മീനൊക്കെ പേര് കളറിൽ ഇരിക്കണേന്ന്. ചെമ്മീൻ ഇപ്പൊ ചൂടാറിയുണ്ടാവും അല്ലേ? നമ്മുടെ കിഴങ്ങിലെ സംഭവങ്ങളൊക്കെ ലീക്കായിട്ട് പോകുന്നുണ്ട്. തൽക്കാലം വിസിൽ വരും നമുക്ക് പ്രതീക്ഷിക്കണ്ട. കാരണം ഇത് ആ വാൾവ് കറക്റ്റ് ഇരിക്കുന്നില്ല അതിന്റെ ബുഷ്. ഇപ്പൊ ഗ്യാപ്പിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഡ്രൈ ആയില്ലേ? വെള്ളം കുറവായി പോയി. വെന്തെന്നോണോ? വെന്തിട്ടുണ്ട്. ഇത്തിരി ഇതായി വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. തണുക്കട്ടെ. ഓക്കെ, ഇതിപ്പോ എത്ര കട്ട്ലേറ്റുകളുണ്ടാവും? 5 എണ്ണത്തിനുണ്ടാവും. 5 എണ്ണം അത്ര എടുത്തത്. കയ്യിലോട്ട് മിക്സ് ചെയ്യാം അല്ലേ? നമുക്കിപ്പോൾ ഈ കിഴങ്ങ് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ചിട്ട് തന്നെയല്ലേ മിക്സ് ചെയ്യേണ്ടത്? അതിന് ഇത് ഇതായി കഴിയുമ്പോൾ റെഡി ആയി കഴിയുമ്പോൾ കിഴങ്ങിടും. ചൂടാറിയാലേ നമുക്കത്. ഓക്കെ, നമുക്ക് ആ ഗ്യാപ്പിൽ മുട്ട വെച്ച് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഒരു മുട്ട
മുട്ടേനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും അതിന്റെ മാക്സിമം ജയിച്ചിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ടാണ് മുട്ടയുടെ ഉണ്ണി പല കള്ളികളിലൂടെ പുറത്തിട്ട് കണ്ടത്. കൈവച്ച് വെച്ചാലേ അതിന്റെ അതെ മിക്സിങ് കറക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു സംതൃപ്തിയും അല്ലെ കൈവച്ച് ചെയ്യണതിന്റെ. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. എന്താ അടിക്കണേ? റൗണ്ട് ആണോ ഓവലാണോ ലവ് ആണോ? റൗണ്ടാണ്. ഒരു ലവ് ആണ് കേട്ടോ. ലവിന്റെ സാധനം ചെയ്യാനായിട്ടുള്ള ഒരു ലവ് ഇടാൻ അങ്ങോട്ട് സ്പെഷ്യലി നമുക്ക് സെൻസേഷന് വേണ്ടിയിട്ട് ലവ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഏതൊക്കെ ഷേപ്പിൽ വരുന്ന നോക്കി വെക്കാം. ആദ്യത്തെ റൗണ്ട് ആയിട്ടുണ്ട്. ഒരു ലവ് ആണ് കേട്ടോ. ശ്രമിക്കാം. ഓക്കെ, ഡൈ ഉണ്ടാണെങ്കിൽ ഇത് കറക്റ്റ് ആക്കുമല്ലേ? കറക്റ്റ് ഡൈ ഇവിടെ ഉണ്ടായിരുന്നത് കാണുന്നില്ല. തൽക്കാലം കൈ കൊണ്ട് തന്നെ ചെയ്യാം. എവിടെ ലവ്? എവിടെ? അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ലവ് എവിടെ ലവ് ആക്കണം എന്നുള്ള ആലോചിച്ചോണ്ടിരിക്കല്ലേ? നടുക്കിലൊരു കുഴി കിട്ടും. ആ നടുക്കിലല്ല, മേലെന്നൊരു തട്ടല് അമ്പ് കണ്ടല്ലോ അല്ലേ? അതെ. ഇതിപ്പോ ലവ് ഇത് സിനി ചേച്ചിയോടും ചോദിക്കണത് കഴിഞ്ഞിട്ട് ജേസൺ ചേട്ടൻ്റെ ലവ് എങ്ങനെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 റൗണ്ടും പിന്നെ ഒരു ജയ്സേട്ടന്റെ ലവും. അല്ലേ? കുഴപ്പമില്ല, റിസ്ക് എടുക്കണ്ട. മറിച്ചിട്ടോ തിരിഞ്ഞു. നമുക്ക് ആ പാത്രത്തോടെ തന്നെ ആണോ എടുക്കണത്? വേറെ പാത്രം എടുത്തോ, നമുക്ക് വെക്കാം. കരിയുന്നുണ്ട്, തീ വേണമെങ്കിൽ ഓഫ് ചെയ്യുന്നുണ്ട്. യെസ്, ആൻഡ് ഫൈനലി നമ്മുടെ ജേസൺ ചേട്ടൻ ചേച്ചി വേണ്ടിയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അല്ലേ? 5 നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, ചേച്ചി എടുത്ത് വരും. ചേച്ചി കേറുവായോ? സ്മെല്ല് കിട്ടിയായിരുന്നോ കിച്ചണിന്? അങ്ങ് തള്ളു. ഇവിടെ അടുത്തിരുന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. എങ്ങനെയാ കിച്ചണിൽ അങ്ങോട്ട് കിട്ടണേ? ഇവിടെ വെക്കാം അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. ഇതിൽ മൊത്തം എത്ര കട്ട്ലേറ്റ് ഉണ്ട്? ചേച്ചി പറ. 4 കട്ട്ലേറ്റ്, ഒരെണ്ണം ജേസൺ ചേട്ടൻ്റെ ലവാണ്. ഹാർട്ടാണെന്ന് പറഞ്ഞേ. ഹാർട്ട് ഇത്തിരി ഷേപ്പ് മാറിയിട്ടുള്ളേ ഉള്ളൂ. ജേസണിനെ ചോദിച്ചാൽ പറഞ്ഞാൽ അധികം ലവ് ഇടാറില്ല, എനിക്ക് അധികം ലവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ലവിന്റെ ഷേപ്പ് അറിയില്ല എന്ന് പറഞ്ഞേ. കൊടുക്കാറില്ലല്ലോ. യെസ്. സോ ഇതാ ഐശ്വര്യമായിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കി. ആദ്യം കണ്ടിട്ട് കാഴ്ചയിൽ എങ്ങനെയുണ്ട്? കൊള്ളാം ഉണ്ട്. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? കൊള്ളാം. എല്ലാം ഉണ്ടോ? എന്ത് ഇച്ചിരി കുറവാണോ കൂടുതലാണോ? വലിയ കുഴപ്പമില്ല. പക്ഷെ എല്ലാ ഘട്ടത്തിലും ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കറക്റ്റ് വേവ്, ഉള്ളു വേവ് കറക്റ്റ് ആണ്. പുറമത്തെ പോലെ ഇത് നടുക്ക് ഇച്ചിരി പൊരിഞ്ഞിട്ടില്ല.
അല്ലാണ്ട് വേറെ അങ്ങനെയുള്ളത് പുറത്തോട്ട് വരട്ടെ. പൊടിഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് നടുക്ക് ഇച്ചിരി പൊരിയാത്തത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ്. ഇത് പറച്ചിൽ കേൾക്കുമ്പോ ഏതാണ്ട് ജേസിന്റെ താഴെ ചവിട്ടിയിട്ട് ഭീഷണി പറയണ പോലെയാണ്. ഓക്കെ, എത്ര മാർക്ക് കൊടുക്കാം? 10-ല് 8 കൊടുക്കാം. 8 കൊടുക്കാം. സെറ്റാണ്. ഓക്കെ, ഞാൻ കഴിച്ചോ? ഒന്ന് സോസ് ഉണ്ടോ? സോസ് ഉണ്ട്. ഓക്കെ, വേണ്ട, കുഴപ്പമില്ല. തൽക്കാലം നമുക്ക് സോസ് ഇല്ലാതെ ട്രൈ ചെയ്യാം. ഈ പുറമെ എത്ര ഇതായിരിക്കണം വിചാരിച്ച് കുറച്ച് ഹാർഡാണ്, പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. ഞാൻ മാർക്കുകളിൽ കറക്റ്റ് ആണ്. 8 ആണ്. കൊടുകൈ അടിപുകുറ്റി. അപ്പൊ എന്തായാലും കട്ട്ലേറ്റ് ശ്രമം ഉഷാറായിട്ടുണ്ട്. കുറച്ച് സമയം എടുത്ത കട്ട്ലേറ്റ് ആണ്. സംഭവം സിമ്പിൾ ആണെങ്കിലും പണി കുറച്ച് അധികമുള്ള പണിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം സമയം എടുക്കാതെ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഗെയിമിൽ കാണാം അല്ലേ? അപ്പൊ അതുവരെയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു ഫൺ ഫാമിലി. അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അല്ലേ? ആൻഡ് ഹൈ വോൾട്ടേജ് ചിരിയുമായിട്ട് എന്നെ അഗെയിൻ നമ്മുടെ സിനി ചേച്ചി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഈ ചിരി ഇനി പെർഫോമൻസിൽ കാണാനുള്ള സമയം കൂടിയാണ്. കണ്ടിട്ട് എന്ത് തോന്നുന്നു അല്ലേ? പണ്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി കൊണ്ടുവന്ന ഐറ്റമാണ്, ഇപ്പൊ അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടണമെങ്കിൽ അങ്ങോട്ട് നോക്കണം അല്ലേ? യെസ്. സോ താഴെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിന് ഇവിടെ കുറെ CD ഇരിക്കുന്നുണ്ട്, ഡിസ്ക്. പക്ഷെ ഇതിൽ ഒന്നേ വേണ്ടു. പക്ഷെ ഒന്ന് കറക്റ്റ് ആയിട്ട് അവിടെ വീഴണം, 1 മിനിറ്റിന്റെ ഉള്ളിൽ വീഴണം. അതാണ് ടാസ്ക്. ഓക്കെ, അപ്പൊ നിൽക്കുന്നതിൽ ചുമ്മാ അവിടെ പോയിട്ട് ഇടാൻ പറ്റില്ല. ഇവിടെ നിന്ന് കൈ ഹോൾഡ് ചെയ്ത് പൊസിഷനിൽ ഇടാം. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ ഇടാം, വെക്കാം, അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. പക്ഷെ ഇത് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. റെഡി? അപ്പൊ ഐഡിയ കിട്ടിയില്ലേ? വേറെ സംശയമൊന്നുമില്ലല്ലോ? ഒറ്റ എണ്ണം വീഴ്ത്തിയാൽ മതി, സൂര്യ കോമഡിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് അടിച്ചോണ്ട് പോവാം. റെഡി? ചിരിയാണ് സാറേ മെയിൻ. ഓക്കെ, ഞാൻ ഇത് വെക്കട്ടെ. നിൽക്കി കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് വരെ ദിവസം നിൽക്കും. റെഡി? സോ റെഡി? സോ ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? സോ 3, 2, 1, ഹിയർ വി ഗോ. ഫാസ്റ്റ് ആയിട്ട് ചെയ്തോ, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരൊറ്റ ഒരെണ്ണം വീഴ്ത്തിയാൽ മതി. ഓക്കെ, ഉണ്ട്. മിക്കവാറും ഗെയിം കഴിയുമ്പോഴേക്കും ചുറ്റും അത്തക്കളാവും. CD ഇട്ടിട്ട് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് ലോലി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം 25 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡിൽ സംഭവം കയ്യിലെടുക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. ഇത് ഗ്ലാസ് തൃക്കാരപ്പനും ചുറ്റും കളം നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാന 15 സെക്കൻഡ്സ് ആയിട്ടിരിക്കുന്നുണ്ട്. സമയം പോകുന്നതിനനുസരിച്ച് സ്പീഡ് കൂടണ്ട. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. 5, 4, 3, 2, 1. എന്തായാലും ടൈലിന്റെ ഡിസൈനിന് പറ്റിയ അനുസരിച്ച് കളർ തേച്ചിട്ടുണ്ട്. എന്ത് പറ്റിയ? ടെൻഷനായി പോയി. സമയം പോകുന്നതിന്റെയാണോ ഇത്? അതേ പറഞ്ഞ ഒരൊറ്റ പ്രാവശ്യം വേണം. അതിനൊരു സെക്കൻഡേ വേണ്ട ആക്ച്വലി. ബാക്കി 59 സെക്കൻഡ് അഡീഷണൽ തന്നിട്ടുള്ളതായിരുന്നു. അപ്പൊ എന്തായാലും പക്ഷെ നല്ല ശ്രമമായിരുന്നു. എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് മാത്രം പോയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഗിഫ്റ്റ് തരാതെ വിടില്ല അല്ലെ? ഇത് ഞാൻ അടുത്ത ചേച്ചിന്റെ ഇല്ലാത്തോണ്ടാണോ? ഇല്ല, അങ്ങനെ പ്രശ്നമില്ല അല്ലെ? ശരി, അപ്പൊ എന്തായാലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് എന്തായാലും ചേച്ചി ഞാൻ വിളിക്കാം നമുക്ക് അല്ലെ? യെസ്. അപ്പൊ കൈ നിറയെ സമ്മാനങ്ങളായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. വാങ്ങാൻ കൂടെ ജസ്റ്റ് ഞാനുണ്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് വന്നിട്ട് ഒരു CD ഇടാനൊക്കെ തോന്നിയോ? എനിക്ക് തോന്നിയായിരുന്നു. ഇട്ടങ്ങ് വെച്ചായിരുന്നോ? താഴെ ഇട്ടായിരുന്നല്ലേ? ഗ്ലാസ് വെച്ചാണ്. ഉറപ്പുണ്ടായിരുന്നു? ഉണ്ട്. ആ സപ്പോർട്ട് അവിടെ ഇല്ലാത്ത തന്നെയാണ് അല്ലേ? ആണ്. യെസ്. അപ്പൊ എന്തായാലും എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് പോയെങ്കിലും ഒരു ചാൻസ് കൂടെ അല്ല, വേണം ഒരു പണി കൂടി തരാം. ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ട് ഞാൻ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കിപ്പിച്ചാൽ മതിയോ? എനിക്ക് ധൈര്യം. ചേച്ചിക്ക് എത്ര ധൈര്യം പോരാ. ശരി, അപ്പൊ എന്തായാലും കുറച്ചധികം ഗിഫ്റ്റ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വന്നപ്പോ കാണാത്ത ഹൈ വോൾട്ടേജ് ചിരിനെങ്കിലും തരണം, അവിടുത്തെ പോലെ അല്ലെ? ചേച്ചി കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ട്. അതല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാ, കയ്യോടെ സ്വീകരിച്ചോളൂ. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്ത്വെയർ ബ്രാൻഡിന്റെ ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. ഏത് പ്രായക്കാർക്കും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള മധുരമാണ്. സ്വീറ്റ്, ഹെൽത്തി സ്വീറ്റ് ആണ്. അപ്പം ഇനി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കലർപ്പില്ലാത്ത മധുരം നൽകൂ, സന്തോഷത്തോടെ വാങ്ങിക്കോളൂ. പ്രകൃതിയുടെ തനിമയോടെ നിങ്ങളുടെ ഓരോ ദിവസവും ധന്യമാക്കാൻ ഇതാ ഒരു സ്പെഷ്യൽ ചായ, ജന്ന സ്പെഷ്യൽ ടീ. സ്പെഷ്യലായിട്ട് പിടിച്ചോ. ഓക്കെ, ഒന്ന് ചിരിച്ചേ. ഒരു ചിരി വരട്ടെ. ഓക്കെ,
അപ്പൊ സന്തോഷം ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിരിപ്പിച്ചോളൂ, ആ ചിരി ഒന്ന് പുറത്തോട്ട് വരാറുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ ഇവര് ഹാപ്പിയാണ്. ഇതേപോലെ നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ കാണുന്ന മെയിലിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ഞങ്ങളും നിങ്ങളെ സമ്മാനങ്ങളുമായിട്ട് തേടി വന്ന് ഇതുപോലെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പൊ പുതിയൊരു അദ്ദേഹത്തിൽ പുതിയ അതിഥികളായിട്ട് കാണാം അല്ലേ? അതൊരു ടാറ്റൊക്കെ കൊടുത്താലോ? ഓക്കെ, ബൈ ബൈ.